നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഇനി ധനവകുപ്പിലേക്ക് അയക്കില്ല. സർക്കാരിന്റെ തീരുമാനങ്ങൾക്ക് ധനവകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ പച്ചമഷി വേണ്ട എന്ന തീരുമാനത്തിലാണ് മുഖ്യമന്ത്രി. PSC മേധാവിമാരുടെ ശമ്പള വർധനവിൽ വനവകുപ്പ് ഉദ്യോഗസ്ഥർ ക്വറിയിട്ട സംഭവത്തിൽ മുഖ്യമന്ത്രി ധനമന്ത്രിയോട് ക്ഷുഭിതനായി എന്നാണ് സെക്രട്ടേറിയറ്റിൽ കേൾക്കുന്നത്. ഉദ്യോഗസ്ഥരെ മന്ത്രി ബാലഗോപാലിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന ധാരണയിലാണ് മുഖ്യമന്ത്രി. ഇത്തരത്തിൽ എതിർപ്പ് കാണിക്കുക മാത്രമല്ല, ധനവകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ സർക്കാരിനെയും വാർത്ത ചോർത്തി പത്രങ്ങൾക്ക് നൽകുന്നതായും സർക്കാർ സംശയിക്കുന്നുണ്ട്. ഒടുവിൽ ധനവകുപ്പിന്റെ എതിർപ്പ് മന്ത്രിസഭാ യോഗം മറികടക്കുകയായിരുന്നു. എതിർപ്പുമായി എത്തിയ ഫയലിൽ അനുകൂല റിപ്പോർട്ട് എഴുതാൻ മുഖ്യമന്ത്രി ബാലഗോപാലിന് നിർദ്ദേശം നൽകുകയായിരുന്നു. കേന്ദ്ര നിരക്കിൽ ക്ഷേമബദ്ധ നൽകാൻ കഴിയുന്നില്ല എന്നും ധനവകുപ്പ് നിലപാട് എടുത്തു. ധനമന്ത്രിയോട് അനുകൂല അഭിപ്രായം രേഖപ്പെടുത്താൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതോടെ മന്ത്രി ധനവകുപ്പിൽ നിന്നും അനുകൂല അഭിപ്രായം വാങ്ങുകയായിരുന്നു. ശമ്പള വർധനവിന്റെ കുടിശ്ശിക നൽകുന്നതിൽ ധനവകുപ്പ് പ്രകടിപ്പിച്ച എതിർപ്പ് ഫലം കണ്ടു. ധനവകുപ്പിന്റെ അഭിപ്രായം പൂർണ്ണമായി തള്ളുകയാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ചെയ്തത്. മുമ്പും ഇത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും സർക്കാരിന്റെ ഇമേജിന് ധനവകുപ്പ് കളങ്കമുണ്ടാക്കി എന്ന ധാരണയിലാണ് മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ ആശാ വർക്കർ ഓണറ്റേറിയം വർധന അഭ്യർത്ഥിച്ച് തലസ്ഥാന നഗരിയിൽ സമരം തുടങ്ങിയിട്ട് ദിവസങ്ങളായപ്പോഴാണ് PSCയിലെ വേണ്ടപ്പെട്ടവർക്ക് സർക്കാർ ലക്ഷ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. 2018 മുതൽ നൽകി വരുന്ന 7000 രൂപയുടെ പ്രതിമാസ ഓണറ്റേറിയം വർദ്ധിപ്പിക്കണമെന്നും മറ്റുമാണ് അവരുടെ ആവശ്യം. ആശാ വർക്കർമാരുടെ സേവനം മികച്ചതാണ് എന്നും പക്ഷേ വേതനം വർദ്ധിപ്പിച്ചു നൽകാൻ തക്ക ധനസ്ഥിതിയിലല്ല സംസ്ഥാന ഖജനാവ് എന്നുമാണ് സർക്കാരിന്റെ നിലപാട്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത് എന്നും കേന്ദ്രം ഞെരുക്കത്തിലാണ് ഉള്ളതുമെന്നതാണ് വസ്തുത. എന്നാൽ മന്ത്രിമാരുടെ ഉലകം ചുറ്റലിനും വീട് മോടി പിടിപ്പിക്കുന്നതിലുമുള്ള ധൂർത്തുകൾക്കും ഒരു കുറവും വരുത്തുന്നില്ല എന്ന് സാരം. ശമ്പളം, ഓണറ്റേറിയം, KSRTC ജീവനക്കാരുടെ പെൻഷൻ, സാമൂഹിക പെൻഷൻ തുടങ്ങിയവ നൽകുന്നതിലെ കാലതാമസത്തിനും ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് തടഞ്ഞുവെക്കുന്നതിനും എന്തിന് ഉച്ചക്കഞ്ഞിക്കുള്ള ഫണ്ട് പോലും വൈകിപ്പിക്കുന്നതിന് പോലും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് ഇതേ കാരണങ്ങൾ. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുവാനോ കുടിശ്ശിക പെൻഷൻ നൽകുവാനോ 8 മാസമായിട്ടും കായിക താരങ്ങളുടെ ഭക്ഷണ അലവൻസ് നൽകുവാനോ തയ്യാറാകാത്ത അതേ സർക്കാരാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം കുത്തനെ വർദ്ധിപ്പിച്ചത്. നിത്യവൃത്തിക്ക് പോലും വകയില്ല എന്നും മുന്നോട്ടു പോകാൻ കടമെടുക്കുകയല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നുമില്ല എന്നുമുള്ള നിരന്തര പല്ലവികൾക്കിടയിൽ ഉദ്യോഗസ്ഥ വരേണ്യരുടെ ശമ്പള വർധന റെക്കോർഡ് നിരക്കിലാണ്. ചെയർമാന് ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കീമിലെ പരമാവധി തുകയ്ക്ക് തുല്യവും അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യവുമായിരിക്കും പുതുക്കിയ ശമ്പളം. പെൻഷനിലും മറ്റ് ആനുകൂല്യങ്ങളിലും ആനുപാതിക വർധനയുണ്ട്. വർധന നൽകണമെന്ന PSC ആവശ്യം ഉന്നയിച്ചു തുടങ്ങിയ 2016 മുതൽ മുൻകാല പ്രാബല്യം നൽകുന്ന കാര്യവും അനുഭവപൂർവ്വം പരിഗണിച്ചു. പലതവണ പരിഗണനയ്ക്ക് വന്നെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ മാറ്റിവെച്ച നിർദ്ദേശമാണ് ഇപ്പോൾ അംഗീകരിച്ചത്. നിലവിൽ PSC ചെയർമാന്റെ ആകെ ശമ്പളം 2,26,000 രൂപയാണ്. ഇത് 3.5 ലക്ഷത്തിലേക്കാണ് ഉയർത്തുന്നത്. അംഗങ്ങളുടെ ശമ്പളം 2,23,000 രൂപയിൽ നിന്ന് 3,25,000 രൂപയാക്കി മാറ്റും. പെൻഷനാകട്ടെ ചെയർമാന്റേത് 1.5 ലക്ഷത്തിൽ നിന്ന് 2.5 ലക്ഷമായും അംഗങ്ങളുടേത് 1,20,20,000 നിന്ന് 2,25,000 ലക്ഷമായും വർദ്ധിപ്പിക്കും. സംസ്ഥാന PSCയിൽ ചെയർമാൻ അടക്കം 21 അംഗങ്ങളാണുള്ളത്. ഒരംഗത്തിന്റെ ഒഴിവുണ്ട്. 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ് കാലാവധി. ഈ വിസ്തൃതിയിലും അതുപോലെ തന്നെ ജനസംഖ്യയിലും കേരളത്തിന്റെ പല ഇരട്ടി വലിപ്പമുള്ള വലിയ സംസ്ഥാനങ്ങളിലൊന്നും വേണ്ട ഈ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പോലും കേരള PSCയുടെ പകുതി അംഗങ്ങളില്ല. നിയമനങ്ങളുടെ കാര്യത്തിൽ പിന്നാക്കം പോയിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനം കൂടിയാണ് കേരളം എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. നിയമനം നടത്താതെ റദ്ദാക്കിയ പോകുന്ന റാങ്ക് ലിസ്റ്റുകൾ തന്നെ അതിന് സാക്ഷി. ഓൺലൈൻ ഇടപാടുകളും ആധുനികീകരണവും വഴി തസ്തികകൾ കുറയുന്നുമുണ്ട്. എന്നാൽ PSC അംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ് കൂടുതലും. നിയമനത്തിന് പ്രത്യേകിച്ച് യോഗ്യതയൊന്നും നിഷ്കർഷിക്കാത്തതിനാൽ രാഷ്ട്രീയക്കാരെയും അല്ലെങ്കിൽ അവരുടെ അടുപ്പക്കാരെയും പുനരധിവസിപ്പിക്കാനും കൂടിയിരുത്താനുമുള്ള സാങ്കേതം കൂടിയാണ് PSC. ഉയർന്ന ശമ്പളം, പെൻഷൻ, 1ാം ക്ലാസ് യാത്ര, അതുപോലെ തന്നെ PA, ഡ്രൈവർ, ആശ്രിതർക്കടക്കം ചികിത്സ, ചെയർമാന് കാറ്, വീട് തുടങ്ങിയ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നതിനാൽ PSC അംഗമാവാനും വലിയ തള്ളാണ്. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെന്ന ആരോപണവും കോലാഹലവും ഉയർന്നിട്ട് അധികകാലമായിട്ടില്ല. വലിയ ശമ്പളവും ആനുകൂല്യം ഉള്ളതിനാൽ തന്നെ വൻ തുക മുടക്കി PSC അംഗമാകാൻ ഈ തൽപര കക്ഷികൾ മുന്നോട്ട് വരുന്നത് സ്വാഭാവികം. പൂർണ്ണമായും രാഷ്ട്രീയ പ്രതിനിധികളാണ് നിലവിൽ PSC അംഗങ്ങളിൽ ഭൂരിഭാഗവും. ഇർക്കിൽ പാർട്ടിക്ക് പോലും ഇവിടെ പ്രാതിനിധ്യമുണ്ട്.
മുൻവർഷത്തിൽ ഒരു ഈർക്കിൽ പാർട്ടി പിളരാനുള്ള കാരണം പാർട്ടിക്ക് അനുവദിച്ചു കിട്ടിയ PSC മെമ്പർ സ്ഥാനം വിൽപ്പന നടത്തിയതാണ് എന്ന് പാർട്ടി നേതാക്കൾക്ക് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. കാര്യക്ഷമതയും സുതാര്യതയും സമീപ വർഷങ്ങളിൽ വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെട്ട PSCയെ ഇത്തരത്തിൽ പരിഹസിക്കുന്നതിൽ ഭരണമുന്നണിയിലെ ഈ ആദർശവാദികൾക്ക് പോലും എതിർപ്പുന്നയിക്കാത്തതിന്റെ രഹസ്യവും ഇവ തന്നെയാണ്. കത്തിക്കുത്ത് കേസിൽ പ്രതികളായ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഭരണപക്ഷ വിദ്യാർത്ഥികൾ സംഘടനയുടെ നേതാക്കൾ പരീക്ഷയിൽ ക്രമക്കേട് നടത്തി പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിന്റെ മുൻനിരയിൽ ഇടം പിടിച്ചത് മറക്കാനായിട്ടില്ല. 65 ലക്ഷത്തോളം ഉദ്യോഗസ്ഥരുടെ യൂസർ ഐഡിയും പാസ്വേഡും സൈബർ ഹാക്കർമാർ PSCയുടെ സെർവറിൽ നിന്ന് ചോർത്തി ഡാർക്ക് നെറ്റിൽ വിൽപ്പനയ്ക്ക് വെച്ചതും മറക്കാൻ കഴിയില്ല. കേരളത്തിലെ യുവജനങ്ങളുടെയും ഉദ്യോഗാർത്ഥികളുടെയും ഭാവി വെച്ച് പന്താടിയ ഒട്ടനവധി ദുരനുഭവങ്ങൾ വേറെയുമുണ്ട്. ഇത്തരം സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും ഈ വേതനം വർദ്ധിപ്പിക്കുവാനുള്ള സർക്കാരിന്റെ തീരുമാനം എതിർക്കപ്പെടേണ്ടതും തന്നെയാണ്. ഈ മാസം 76 ലക്ഷത്തിലധികം രൂപ PSC അംഗങ്ങൾക്ക് ശമ്പളത്തിനും ആനുകൂല്യങ്ങൾക്കും വേണ്ടിവരും. ഇവരുൾപ്പെടെ 1755 ജീവനക്കാരാണ് PSCയിൽ ആകെയുള്ളത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ PSCയുടെ ചെലവായി ആകെ 2338 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഇതിൽ ശമ്പളത്തിനും മറ്റും ആനുകൂല്യങ്ങൾക്കുമായി മാറ്റിയിരിക്കുന്നത് 1664 കോടിയാണ്. 2006 മുതലുള്ള ശമ്പളവും ആനുകൂല്യങ്ങളുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ചെയർമാന്റെ അടിസ്ഥാന ശമ്പളം 76,450 രൂപ. ജില്ലാ ജഡ്ജിയുടെ സൂപ്പർ ടൈം സ്കെയിലിന്റെ പരമാവധി നിലയിലേക്ക് ശമ്പളം ഉയർന്നാൽ ഇത് 2,24,100 രൂപ വരെയാകും. അംഗങ്ങളുടെ അടിസ്ഥാന ശമ്പളം നിലവിൽ 70,290 രൂപയാണ്. ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് പരമാവധി സ്കെയിൽ അനുസരിച്ച് വർദ്ധിപ്പിക്കുമ്പോൾ ഇത് 2,19,990 രൂപയാകും. ഇതിനു പുറമെ 53% കേന്ദ്ര TA-യും ശമ്പളത്തിന്റെ 16% വീട്ടുവാടകയും ഗതാഗത ചെലവും ലഭിക്കും. വീട്ടുവാടക 10,000 രൂപയിൽ നിന്ന് 35,000 രൂപയായും ഗതാഗതം 5,000 രൂപയിൽ നിന്ന് 16 രൂപയായും ഉയർത്തും. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് 2023 ജനുവരി 18-ന് PSC ചെയർമാൻ MR ബൈജു മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. 2016 ജനുവരി 1 മുതൽ ശമ്പളം പരിഷ്കരിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. ദേശീയ ജുഡീഷ്യൽ ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതുവരെ കാത്തിരിക്കാനാണ് ധനമന്ത്രി മുൻകൂർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെ എല്ലാ സേവന ചട്ടങ്ങളും ഒറ്റ സിവിൽ സർവീസ് കോഡിന് കീഴിലാക്കാനുള്ള നീക്കമാണ് ധനവകുപ്പിന്റെ പല അധികാരങ്ങളും ഇല്ലാതാക്കിയത്. മന്ത്രിസഭാ തീരുമാനം അനുസരിച്ച് കോഡ് രൂപീകരിക്കാൻ പൊതുഭരണ വകുപ്പിനാണ് ചുമതല. ഇത് നിലവിൽ വരുന്നതോടുകൂടി ധനവകുപ്പ് ഇപ്പോൾ കൈയാളുന്ന പല ഉത്തരവാദിത്തങ്ങളും മുഖ്യമന്ത്രിക്ക് കീഴിലെ പൊതുഭരണ വകുപ്പിലേക്ക് മാറും. ഫയലുകളിൽ ധനവകുപ്പിന്റെ അഭിപ്രായം തേടുന്നത് അവസാനിക്കും. സർക്കാരിന് തോന്നുംപടി പദ്ധതികളും കരാറുകളും തീരുമാനങ്ങളും നടപ്പാക്കുന്നതിനും തടസ്സം നിൽക്കാനുമുള്ള ധനവകുപ്പിന്റെ അധികാരം ഇല്ലാതെയാകും. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പും ശമ്പള വിതരണ സോഫ്റ്റ്വെയറായ സ്പാർക്കും ധനവകുപ്പിൽ നിന്ന് മാറ്റും. അഡ്വൈസറി സെക്ഷനുകൾ ഉൾപ്പെടെയുള്ള പല വിങ്ങുകളും ഇല്ലാതാകുകയും ചെയ്യും. ധനവകുപ്പിന്റെ അധികാരങ്ങൾ ചോർത്താനുള്ള നീക്കത്തെ മന്ത്രിസഭാ യോഗത്തിൽ KN ബാലഗോപാൽ എതിർത്തില്ല എന്നുള്ളതാണ് സൂചന. പുതിയ സാഹചര്യത്തിൽ എതിർക്കാൻ ധനമന്ത്രിക്ക് ധൈര്യവുമില്ല. ചുരുക്കത്തിൽ ധനവകുപ്പ് എതിർത്ത അവസാനത്തെ ഫയലായി മാറിയിരിക്കുകയാണ് PSC ചെയർമാന്റെ ശമ്പള വർധനവ്.